നമുക്ക് അജിയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഭവാനിയുടെയും അതുപോലെ തന്നെ അഞ്ജനയുടെയും തന്ത്രങ്ങളൊക്കെ വിജയിക്കുകയാണ്. എങ്ങനെയെങ്കിലും സൗഭാഗ്യ മുത്തശ്ശിയെ കയ്യിലെടുക്കണം. ഈ വിവാഹം വരെ വേണ്ടെന്ന് വെച്ചാണ് അവർ. കാരണം അഞ്ജനയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. പക്ഷേ അതൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുത്തു. അങ്ങനെ ഒടുവിൽ അവർ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഭൂമിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് ലോണും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛൻ്റെ സർജറി എങ്ങനെ നടത്തും? അതിന് വേണ്ടിയിട്ട് കുറേ പൈസ വേണം. ആ പൈസയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഭൂമിക്ക് അറിയില്ല. അപ്പം മുട്ടാവുന്നത്ര വാതിലുകളൊക്കെ മുട്ടി. പക്ഷേ അവിടെ നിന്നൊന്നും ഒരു രക്ഷയുണ്ടായില്ല. ഇനിയിപ്പോൾ ആരോട് ചോദിച്ചാലോ കുറച്ച് പൈസ കിട്ടുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറേ ലോണിനും ഒക്കെ അപേക്ഷിച്ചു. പക്ഷേ അതിനെല്ലാം മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഭൂമിക്കാണെങ്കിൽ ആ ലോണും കാര്യങ്ങളൊന്നും കിട്ടിയതുമില്ല. എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഭൂമിയുടെ മനസ്സിൽ. ഈ സമയത്ത് ഭവാനി എന്ത് ചെയ്തു? കമാലിനെ വിളിക്കുകയാണ്. കമാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, കമാലെ, ഇനി അധികം വൈകിപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് ആ അച്യുതനെ കാണണം. അച്യുതൻ്റെ മകളാണോ അവളെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. കൂടെയുള്ള പെണ്ണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, രണ്ടെണ്ണത്തിനെ തീർത്തേക്കണം. ഇനി ഒരു അവസരം കൂടെ തരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കമാൽ പറഞ്ഞു, അതെ മാഡം ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഉറപ്പായിട്ടും അയാളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. എന്താണെങ്കിലും ഇനിയിപ്പോൾ അധികം നാളൊന്നും വൈകിക്കില്ല. എന്നെ വിശ്വസിക്കാൻ മാഡത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭവാനിക്കൊരു സമാധാനമായി. ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് എങ്ങാനും അച്യുതനും അവരുടെ മോളും കൂടെ കടന്നു വന്നാൽ അത് പണിയാകും. ഇനി എങ്ങാനും അത് താൻ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടിയാണെങ്കിൽ ഈ കല്യാണം മാത്രമല്ല മുടങ്ങുന്നേ, പിന്നെ താനും തൻ്റെ മോളും ഈ വീടിന് പുറത്തേക്കാണ്. പോരാത്തതിന് അജയ് ബുദ്ധിമാനാ. അവൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്കും മോൾക്കും പിന്നെ ജീവനും പോലും ഉണ്ടാകത്തില്ല. സത്യനാഥിത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മോളെ താനാണ് കൊല്ലാൻ കൊടുത്തതെന്നറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല ഭവാനിക്ക്. അതിനു മുമ്പ് തെളിവുകളൊക്കെ നശിപ്പിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് സത്യനാഥൻ സ്റ്റേഷനിലേക്ക് വരുവാണ്. സ്റ്റേഷനിൽ വന്ന് അജയനെ കണ്ടു. അജയോട് പറഞ്ഞു, അതെ എൻ്റെ കാര്യം എങ്ങനെയായി? ഞാനൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെ, പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാം അങ്കിളെ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അജയ്, എനിക്കെൻ്റെ മോൾക്കും ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചെന്നറിയണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നു. ഒരു പോലീസ് ഓഫീസറായിരുന്നിട്ട് പോലും എനിക്ക് എൻ്റെ മോളെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചായയൊക്കെ ആയിട്ട് ഭൂമി അങ്ങോട്ടേക്ക് വരുന്നത്. ഭൂമി അങ്ങോട്ട് ചായ കൊണ്ടുവന്ന് വെക്കണം. ആ സമയത്ത് അജയ് ചോദിച്ചു, നിനക്കെന്താ കോമൺ സെൻസ് ഇല്ലേ? ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അതിനെന്താ സാറേ, ഒരു ചായയെ കുടിച്ച് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് സത്യത എന്ന് പറഞ്ഞു, നീ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പം സത്യനാഥൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അവളുണ്ടായെന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഈ സമയം ഭൂമി പറഞ്ഞ്, എനിക്കറിയാം സാറിൻ്റെ പ്രശ്നം എന്താണെന്ന്. സാറിൻ്റെ മോളെക്കുറിച്ചുള്ള ചിന്തകളല്ലേ. സാരമില്ല, മോളെ കണ്ടെത്തുമെന്ന് പറഞ്ഞു. കണ്ടെത്തുന്നു? അതെ, ഞാനല്ലേ പറയണേ. ഉറപ്പായിട്ടും സാറിൻ്റെ മോളെ ഭാര്യയൊക്കെ തിരിച്ചു കിട്ടും. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അധികം നാൾ താമസമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യനാഥൻ പറഞ്ഞു, മോളുടെ നാവ് പൊന്നാവട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, എൻ്റെ അങ്കിളെ, ഇവളിങ്ങനെ ഓരോ വിടുവായുത്തരങ്ങളൊക്കെ പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും ഭൂമി വെച്ചു, ഓഹോ, അപ്പോൾ സാറെന്താ പറയണേ? സത്യനാഥൻ സാറിൻ്റെ മോളും ഭാര്യയും കണ്ടെത്തില്ലെന്നാണോ? അല്ല, കണ്ടെത്തും. അതല്ല, ഇവള് പറയുന്ന പൊട്ടത്തരമൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് പറഞ്ഞ അങ്കിള്. എടാ, ഇവള് പൊട്ടത്തരമൊന്നും അല്ല പറയണേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചായയൊക്കെ സത്യനാഥനും കൂടെ ഒരു ചായ വെച്ചിട്ട് ഭൂമി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം സത്യനാഥൻ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇവളെ കണ്ടപ്പോൾ മുതൽ എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അജയ് പറഞ്ഞു, അതെ, ഒരു പക്ഷേ ഇത്രയും പ്രായം കാണുമായിരിക്കും അവൾക്ക്. അവൾ ഇപ്പോൾ എവിടെയുണ്ട് ഇങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അങ്കിളിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അവളുടെയും കൂടെ വിവാഹം അത് പണ്ട് തീരുമാനിച്ച് വെച്ചിരുന്നതായിരുന്നല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ അജയ്? ഇപ്പം എൻ്റെ മോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ എത്ര കാലമായി ഞാൻ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്, ഇത്രയും വർഷങ്ങളായിട്ടും അതിനെക്കുറിച്ചൊരു വിവരവും കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. സാരമില്ല അങ്കിളെ, അങ്കിൾ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സത്യനാഥനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ തന്നെ ഭൂമി രാവിലെ പ്രാക്ടീസിന് ഓടാൻ വേണ്ടിയായിട്ട് പോവുകയാണ്. അപ്പോൾ കൂടെ അച്യുതനും ഉണ്ട്. അങ്ങനെ ഭൂമി
ഓടി തളർന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേനും അച്ഛന് ഭയങ്കര ക്ഷീണം തോന്നി. അപ്പോഴേക്കും ഭൂമി എന്നിട്ട് ചോദിച്ചു, എന്താച്ചാ അച്ഛന് എന്ത് പറ്റി? വല്ലാത്ത ക്ഷീണമാണല്ലോ. എനിക്കൊരു ക്ഷീണമില്ല. അല്ല, എന്തോ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, വയസ്സും പ്രായമായി വരുമല്ലേ, എനിക്കും പ്രായമായി, എൻ്റെ കാറിനും പ്രായമായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ ചടക്ക് വണ്ടി ഇതൊന്ന് കൊടുത്തുകൂടെ? എന്തിനാ ഇനി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്? ഒന്നാമത്തെ കാര്യം അച്ഛന് വയ്യാത്ത സമയത്ത് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, എൻ്റെ മോളെ, നിനക്കിത് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിക്ക് അതിൻ്റേതായ ഒരു മൂല്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല, അച്ഛനോട് ഞാൻ മുമ്പോട്ട് പറയുന്നതാണല്ലോ അച്ഛാ, ഈ ചടാക്ക് വണ്ടി കൊടുത്തിട്ട് വേറൊരെണ്ണം വാങ്ങാനായിട്ട്. മോളെ, ചിലതൊക്കെ നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞു. എന്താ അച്ഛാ, അച്ഛനും ഈ വണ്ടിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടെന്നതിനെ കൂട്ടിക്കോ. അതെ, പിന്നെ ഒരു ദിവസം മോൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഈ വണ്ടിയും ഞാനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ നിധി പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കണേന്ന് പറഞ്ഞു. ഭൂമിക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പണ്ട് അച്യുതൻ ഡ്രൈവറായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നത്. ഭൂമിയെ കിട്ടിയ സമയത്തും ആ വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അച്യുതന് നന്നായിട്ടറിയാം. അച്യുതൻ ഒരിക്കലും ആ വണ്ടി ഉപേക്ഷിക്കില്ലെന്ന് അന്ന് തന്നെ മനസ്സിൽ കരുതിയതാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ പോരുന്ന സമയത്ത് ഭൂമി പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. വേണ്ട മോളെ, അച്ഛാന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ കയറി. പെട്ടെന്ന് എന്തോ ഒരു വയ്യായ്മയൊക്കെ തോന്നുവാണ് അച്യുതന്. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോച്ചാന്ന് പറഞ്ഞു. വേണ്ട മോളെ, അതിന് മാത്രം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല. അച്ഛൻ ഇതിലപ്പുറം പറയുമെന്ന് എനിക്കറിയാം. അച്ഛൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി എന്ത് ചെയ്തു, അച്യുതനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ പതിവ് പോലെ ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ചെക്കപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിയെ അകത്തേക്ക് വിളിപ്പിച്ചു ഡോക്ടർ. അതേസമയം അച്യുതൻ പുറത്തിരിക്കുക. ഭൂമിയെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അച്യുതൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, കുറച്ച് റിസ്ക്കാണ്. ഇനി സർജറി നടത്തിയാലും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്താ ഡോക്ടറെ പറയണേ? അതെ, നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ നിമിഷം വൈകുന്തോറും റിസ്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ഇനി സർജറി ചെയ്താലും ചിലപ്പം ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും ഭൂമിയുടെ കണ്ണൊക്കെ പെട്ടെന്ന് നിറഞ്ഞു വന്നു. ഭൂമി പറഞ്ഞു, ഡോക്ടറെ, എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, ലോണിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ ഒന്നും ശരിയായില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ കിട്ടിയേ മതിയാവുള്ളൂ. എനിക്ക് എൻ്റെ അച്ഛനെ വേണം. എൻ്റെ അച്ഛനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ഡോക്ടർ പറഞ്ഞു, ഭൂമി, നമുക്കിങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. എല്ലാം മുകളിലിരിക്കുന്ന ആളല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാളിലായാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. അപ്പോഴേ ഞാൻ ഭൂമിയോട് പറഞ്ഞു അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും എത്രയും പെട്ടെന്ന് നടത്തേണ്ട ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചൊക്കെ. അത് ചെയ്യുവാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഭേദം വന്നേനും. പക്ഷേ ഇത്ര ദിവസമായി, പക്ഷേ ഇതുവരെയായിട്ടും നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു, ഡോക്ടറെ, എന്താണെങ്കിലും ശരി, ഞാൻ എന്താ കാണിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പൈസ കൊണ്ട് വരാം. എൻ്റെ അച്ഛൻ ഒരു കാരണവശാലും ഒന്നും സംഭവിച്ചു കൂടെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഇതൊന്നും അറിയില്ലാതെ അച്യുതൻ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കമാൽ അങ്ങോട്ടേക്ക് വരുന്നത്. കമാൽ ഇവരെ ഫോളോ ചെയ്ത് വരുന്നതായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അച്യുതൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് കമാൽ എളിയേക്ക് കരുതിയിരുന്ന ആ കത്തിയെടുത്തു. കത്തിയൊക്കെ എടുത്തുകൊണ്ട് അച്യുതൻ നേർക്ക് വരുന്ന അച്യുതനെ കൊല്ലാനായിട്ട് വരുവാണ്. പക്ഷേ ആ കൃത്യ സമയത്ത് തന്നെ ഭൂമി അങ്ങോട്ട് ഇറങ്ങി വന്നു. ഭൂമി ഇറങ്ങി വന്നിട്ട്, ബാച്ച, നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അച്യുതനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം എന്നാണ് കമാൽ അച്യുതനെ തീർക്കാൻ വന്ന. പക്ഷേ ആ ഒരു ഉദ്ദേശം നടന്നില്ല. കമാലിൻ്റെ തീർക്കാൻ വേണ്ടി വന്നിട്ട് ആ സമയത്ത് അവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കമാലിൻ്റെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ പൊളിയുവാണ്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഭൂമി തൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും തയ്യാറാകും. എങ്ങനെയും തൻ്റെ അച്ഛൻ്റെ ജീവൻ, അത് മാത്രമാണ് ഇപ്പോൾ അവളുടെ മനസ്സിലെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.